ആദരവോടെ പ്രേമത്തോടെ ശ്രീരാമസ്വാമിയെ സ്വീകരിക്കണം. വാർദ്ധക്യം കൊണ്ട് അവശനായിട്ടുണ്ട്. ആ മഹർഷി ശ്രീരാമ സാന്നിധ്യത്തിൽ അത്യന്തം ഉൾപ്പുളകം അനുഭവിച്ചുകൊണ്ട് അവിടുന്ന് അവതാരമൂർത്തിയാണ്. ശ്രീരാമ, എങ്കിലും നഗ്നനേത്രം കൊണ്ട് അങ്ങയെ കാണാനും ആത്മാവായിരിക്കുന്ന അങ്ങയിലേക്ക് മനസ്സിനെ ഉയർത്താനും സാധിക്കുന്നത് ഈ ജന്മം ഇവിടെ സുഹൃതികൾക്കേ സാധിക്കുകയുള്ളൂ. എന്തോ ഇത്തരത്തിലുള്ളൊരു ജീവിതം നയിക്കാൻ സാധിച്ചതുകൊണ്ട് എനിക്കതിനുള്ള ഭാഗ്യം വന്നു, ഞാൻ അനുഗ്രഹീതനായി, ധന്യനായി എന്നെല്ലാം പറഞ്ഞപ്പോ ശ്രീരാമസ്വാമി അദ്ദേഹത്തെ നമസ്കരിച്ച് ആദരിച്ച് അദ്ദേഹത്തിൽ നിന്നും അനുഗ്രഹം മേടിക്കുമ്പോൾ ശരഭംഗ മഹർഷി പറയും, അങ്ങ് ഇവിടെ നിന്നും സുധീഷ്ണൻ എന്ന് പറയുന്നൊരു മഹാത്മാവ് തപസ്സി എന്നിട്ട് കുറേ കാലമായി അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങയെ കണ്ടിട്ട് വേണം അദ്ദേഹത്തിന്റെ ശരീരം ത്യാഗം ചെയ്യാൻ. അവിടുന്ന് അങ്ങോട്ട് എഴുന്നള്ളണം. ഞാനും ഇതാ ഇനി ഇവിടെ നിന്ന് പോവുകയാണ്, എന്റെ ജന്മം സഫലമായി എന്ന് പറഞ്ഞ് സ്വന്തം ശരീരത്യാഗം ചെയ്ത് ശരഭംഗൻ പോയി എന്നാണ്. അവിടെ നിന്നും സുധീഷ്ണൻ എന്ന് പറയുന്ന അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യന്റെ ആശ്രമത്തിലേക്കാണ് പിന്നീട് ശ്രീരാമസ്വാമിയും അതുപോലെ തന്നെ കൂടെ ലക്ഷ്മണനും സീതയും ഒന്നിച്ചു പോകുന്നത്. ശരഭംഗ മഹർഷിയുടെ ആ അനുഗ്രഹം സിദ്ധിച്ച സീതാദേവിയും ലക്ഷ്മണനും സുധീഷ്ണന്റെ തപസ് കാണുമ്പോൾ അത്യത്ഭുതരാവും. ഒരു ജീവിതം മുഴുവൻ തപസ്സിൽ സമർപ്പിച്ച് ശ്രീരാമസ്വാമിയെ ഒരു നോക്ക് കണ്ട്, ഒറ്റ മോഹേ ബാക്കിയുള്ളൂ, ശ്രീരാമസ്വാമിയെ കണ്ട് ശരീരം അങ്ങോട്ട് സമർപ്പിക്കണം, ഇത്രയും മോഹമുള്ളൂ. ആ ഒരു അവസാന മോഹം, അവരുടെയൊക്കെ ജീവിതം നോക്കൂ നിങ്ങൾ, എല്ലാം കൊണ്ടും സംതൃപ്തരാണ്, കൃതാർത്ഥരാണ്, ഇനിയൊന്നും ആഗ്രഹമില്ല. ഈ കഥകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, നാം നല്ല മാർഗത്തിൽ ചരിച്ചാൽ നമ്മളെ അനുഗ്രഹിക്കാൻ അവതാരമൂർത്തികൾ പോലും വന്നേ പറ്റുള്ളൂ എന്ന് പറയാണ്. അവതാരമൂർത്തികൾക്ക് പോലും അവരെ അനുഗ്രഹിക്കാൻ വരേണ്ടതായിട്ടുണ്ടെന്ന് പറയാണ്. അത്രയും നമ്മൾ ആ രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കണം. പലരും പറയുന്നു ഈശ്വരൻ അനുഗ്രഹിക്കുന്നില്ല, ഈശ്വരൻ സഹായിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവരത്തരത്തിൽ ഈശ്വരാനുഗ്രഹം അനുഭവിക്കാൻ അനുകൂലമാകുന്ന ഒരു ജീവിതത്തെ അവര് നയിക്കുന്നില്ല. പലപ്പോഴും ആളുകൾ പറയുക ഞാൻ വലിയ ഭക്തനാണെന്നാണ്. പക്ഷെ നമ്മൾ ഭക്തനാണോ എന്ന് നമ്മൾ പറയുന്നതിന് പകരം ആര് പറയണം? ഭഗവാൻ പറയണം നമ്മൾ ഭക്തനാണോ. നമ്മൾ ഭക്തനാണെന്ന് എങ്ങനെ നമുക്കറിയാൻ സാധിക്കും? അപ്പം നിങ്ങൾ ഭാഗവതവും ഭഗവത്ഗീതയും ഒക്കെ എടുത്ത് നോക്കണം, രാമായണമൊക്കെ എടുത്ത് പഠിക്കണം, നമ്മൾ ഭക്തനാണോ അല്ലേ എന്നുള്ളത്. നമുക്ക് ആ വിഷയം ശബരിയുടെ ആ സ്ഥലം വരുമ്പോൾ കൂടുതൽ വിസ്തരിക്കാം. അപ്പൊ ആ സമയത്ത് ഞാൻ ഒന്നുകൂടി ഭക്തി എന്താണെന്നും ഭക്തനാരാണെന്നും ശ്രീരാമസ്വാമി പറയുന്നതിന് നമുക്ക് കാണാം. ഏതായാലും ഇപ്രകാരം ശ്രീരാമസ്വാമി പിന്നീട് സുധീഷ്ണ ആശ്രമത്തിൽ നിന്ന് അവിടുന്ന് പുറപ്പെട്ടു അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലേക്കാണ് പോകുന്നത്. ശ്രീരാമസ്വാമി പിന്നീട് സുധീഷ്ണ ആശ്രമത്തിൽ നിന്ന് അവിടുന്ന് പുറപ്പെട്ടു അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലേക്കാണ് പോകുന്നത്. സുധീഷ്ണനാണെങ്കിൽ ശ്രീരാമസ്വാമിയെ കണ്ട് സ്വന്തം ശരീരത്തെ അഗ്നിയിലേക്ക് സമർപ്പിച്ചു. ശ്രീരാമസ്വാമിയെ കണ്ടുകൊണ്ട് സമർപ്പിച്ചു. പോകുന്ന വഴിക്ക് ശ്രീരാമസ്വാമിയെ കാണാൻ അനേകം മുനീശ്വരന്മാരവിടെ വന്നു. ശ്രീരാമസ്വാമിക്ക് വലിയ വിഷമമായി. നിങ്ങളെയൊക്കെ അങ്ങോട്ട് കണ്ട് നമസ്കരിക്കേണ്ട ഞാൻ, നിങ്ങൾ ഇങ്ങോട്ട് എന്നെ വന്ന് കാണുന്നത് എനിക്ക് വേദനാത്മകമാണ്. അത്രയും ആദരവ് അവരോട് കാണിക്കുകയാണ്. അപ്പൊ അവർ കാണിച്ചു കൊടുക്കുകയാണ് വലിയൊരു മല. കാണുന്നില്ലേ രാമ ഈ പർവ്വതം? ചോദിച്ചു, മഹർഷിമാരെ ഇതേത് പർവ്വതമാണ്? ഇതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്ന്. രാമ, ഇത് പർവ്വതമല്ല, ഇത് മഹർഷിമാരുടെ ബ്രാഹ്മണരുടെ തപസ്സികളുടെ എല്ലുകൂട്ടിയിട്ടുണ്ടായ മലയാണെന്ന്. രാക്ഷസന്മാര് കൊന്നൊടുക്കി അവര് കഴിച്ച ബാക്കി വന്ന അസ്ഥികൂടം കൂട്ടിക്കൊണ്ടുണ്ടാക്കിയ മലയാണത്. എന്നിട്ട് പറഞ്ഞു, തപസ്സികളായ ഞങ്ങൾക്കിവിടെ സുരക്ഷിതമായി തപസ് ചെയ്യാൻ സാധിക്കുന്നില്ല ഭക്തഞ്ചരന്മാരുടെ ശല്യം കൊണ്ട്. അതുകൊണ്ട് രാമ, അവിടുന്നേ ഉള്ളൂട്ടോ ഞങ്ങൾക്കൊരു ഗതി, അവിടുന്നേ ഉള്ളൂ ഞങ്ങളെ സഹായിക്കാൻ എന്ന് കേട്ടതും ശ്രീരാമസ്വാമി അവരോട് പറയുന്നത്, ഇത് നിങ്ങൾ ഇങ്ങോട്ട് പറയേണ്ടതല്ല, ഞാൻ നിങ്ങളോട് അങ്ങോട്ട് പറയേണ്ടതാണ്, നിങ്ങളെയൊക്കെ ഞാൻ രക്ഷിക്കേണ്ടതാണെന്ന്. മഹർഷിമാരെ, നിങ്ങളെ ഉപദ്രവിക്കുന്ന നക്തഞ്ചര വംശത്തെ കൊന്നൊടുക്കുമെന്ന് നിങ്ങളുടെ മുന്നിൽ ഞാനിതാ സത്യപ്രതിജ്ഞ ചെയ്യുന്നു
എന്ന് ശ്രീരാമസ്വാമി രണ്ടാമതൊരു സത്യം ചെയ്യുകയാണ്. ശ്രീരാമസ്വാമി 3 സത്യങ്ങളാണ് രാമായണത്തിൽ ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കുക. ഒന്ന്, കാട്ടിലേക്ക് പോകുമെന്ന് കൈകേയിയുടെ മുന്നിൽ ചെയ്യുന്ന സത്യപ്രതിജ്ഞ. രണ്ടാമത്തത്, മഹർഷിമാരുടെ മുന്നിൽ വച്ച് രാക്ഷസവംശത്തെ മുച്ചൂടും കൊന്നൊടുക്കാമെന്ന് ചെയ്യുന്ന സത്യപ്രതിജ്ഞ. മൂന്നാമത്തെ സത്യപ്രതിജ്ഞ, സുഗ്രീവനുമായി സഖ്യം ചെയ്യുമ്പോൾ ബാലിയെ വധിച്ചുകൊള്ളാമെന്ന് സത്യം ചെയ്യുന്നൊരു ശ്രീരാമസ്വാമി. ഇങ്ങനെ സന്ദർഭങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ശ്രീരാമസ്വാമി സത്യപ്രതിജ്ഞ ചെയ്ത് അവര് മുനിമണ്ഡലങ്ങളിൽ നിന്ന് സ്ഥലം വിട്ട് അവിടെ ഒരു സ്ഥലത്ത് താമസിക്കുകയാണ്, അഗസ്ത്യ മഹർഷിയുടെ സഹോദരന്റെ അടുത്ത്. അന്ന് രാത്രി സീതാദേവി രാമനോട് പറയുകയാണ്, സാധാരണ വ്യക്തികൾക്ക് 3 ദോഷങ്ങൾ സംഭവിക്കാം. ഒരു വ്യക്തിക്ക് 3 ദോഷങ്ങൾ സംഭവിക്കാം. എന്തൊക്കെ ദോഷങ്ങളാണ്? ഒന്ന്, നുണ പറയുമ്പോൾ ഉണ്ടാവുന്ന ദോഷം, കളവ് പറയുന്നതിലുള്ള ദോഷം. രണ്ടാമത്തത്, മറ്റൊരാളുടെ പത്നിയെ കാമത്താൽ നോക്കുകയോ കാമത്താൽ പ്രാപിക്കുകയോ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ദോഷം. മൂന്നാമത്തത്, തന്നെ ഉപദ്രവിക്കാത്തവരെ, വേദനിപ്പിക്കാത്തവരെ അങ്ങോട്ട് വേദനിപ്പിക്കുമ്പോഴുണ്ടാകുന്ന ദോഷം. ഇങ്ങനെ 3 ദോഷങ്ങളാണത്രേ ഒരു വ്യക്തിക്ക് സംഭവിക്കുക. അതിൽ രാമ ഒന്നാമത്തെയും രണ്ടാമത്തെയും ദോഷം അങ്ങയെ ബാധിക്കില്ല. ഏതൊക്കെയാണത്? രാമനൊരിക്കലും നുണ പറയില്ല. നമ്മളെ നോക്കി പറയണേത് ഈ ദോഷം നമുക്കുണ്ടോ ഇല്ല എന്നുള്ളത്. ഏത് ദോഷം? വായെടുത്താൽ അല്ലേ, അങ്ങനെയല്ലേ പറയാതുകൊണ്ട് വായെന്ന് തുറന്നാൽ അപ്പം നുണയെ പറയുള്ളൂ. ഒന്നാമത്തെ ദോഷം രാമനെ ബാധിക്കില്ല. രണ്ടാമത്തെ ദോഷമോ, അന്യ സ്ത്രീകളെ നോക്കപോലുമില്ല രാമൻ. പരസ്ത്രീകളെ നോക്കുക എന്നുള്ളത് പോലും ഇല്ല രാമന്. ആ ദോഷവും രാമനെ ബാധിക്കില്ല. പക്ഷെ രാമ, മൂന്നാമത്തെ ദോഷം അങ്ങേ ബാധിച്ചിരിക്കുന്നു. എന്താ മൂന്നാമത്തെ ദോഷം? തന്നെ വേദനിപ്പിക്കാത്ത ആളുകളെ വേദനിപ്പിക്കുമെന്ന് അങ്ങ് പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. നക്തഞ്ചരന്മാരെ കൊന്നെടുക്കാമെന്ന് രാമൻ പ്രതിജ്ഞ ചെയ്യുമ്പോൾ രാമ, അങ്ങേ ദ്രോഹിക്കാത്ത, ഉപദ്രവിക്കാത്ത നക്തഞ്ചരന്മാരെ, രാക്ഷസന്മാരെ അങ്ങ് കൊന്നൊടുക്കുന്നത് പാപമല്ലേ? സീതാദേവി ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, അങ്ങ് ചെയ്യുന്ന ഈ പാപത്തിനുണ്ടല്ലോ ഒരു ചീത്തപ്പേര് എന്നും അങ്ങയുടെ കൂടെ ഉണ്ടാകും. സീതാദേവി അന്നു പറഞ്ഞ വാക്കുകൾ ഇന്നും രാമനെ വേട്ടയാടുന്നു പറയണം. ശ്രീരാമസ്വാമിയെ ഉപദ്രവിക്കാത്ത ഒരു ബാലിയെ ഒളിയമ്പെയ്ത് കൊന്ന് ശ്രീരാമസ്വാമി ഒരു സത്യപ്രതിജ്ഞ നിറവേറ്റുമ്പോൾ എന്തെല്ലാം ന്യായീകരണങ്ങൾ നമ്മൾ മുന്നിൽ വെച്ചാലും എന്നുമെന്നും ഒരു ഒളിയമ്പെയ്ത് കൊന്ന ചീത്തപ്പേര് ആരുടെ കൂടെ ഉണ്ടാവും? ശ്രീരാമസ്വാമി. അന്നേ സീതാദേവി അത് പ്രവചിച്ച് വെച്ചിട്ടുണ്ട്. ഉടനെ ശ്രീരാമസ്വാമി അതിന് മറുപടി പറയാണ്, സീതയെ, എന്നെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ, എന്നോട് വല്ല സഹായവും ഒരാൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ എന്നല്ല, അഭയം പ്രാപിച്ചവർക്ക്, ആശ്രയം തേടിയവർക്ക്, സഹായം ചോദിച്ചവർക്ക് ഞാൻ സഹായം ചെയ്യുമെന്നത് എന്റെ പ്രതിജ്ഞയാണ്. അതുകൊണ്ട് നമുക്ക് കാണാം, അവതാരമൂർത്തികളൊക്കെ ചിലപ്പം വഴിവിട്ടു പോകുന്നത് ഭക്തന്മാർക്കൊക്കെ വേണ്ടിയിട്ടുണ്ടല്ലോ, ചില സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരും. ശ്രീകൃഷ്ണ ഭഗവാനിലും നിങ്ങൾക്ക് കാണാം, ഭക്തന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു സഹായം, വേറൊരാളെ വേദനിപ്പിക്കേണ്ട സന്ദർഭങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നുകൂടായികയില്ല. എല്ലാ അവതാരത്തിലും ഉണ്ട്. ഇന്ദ്രനെ സഹായിക്കാൻ വേണ്ടി വാമനാവതാരം വന്നപ്പോ ഒരു മഹാബലിയെ ചെറുതായിട്ടൊന്ന് വേദനിപ്പിക്കേണ്ടതായിട്ട് വരണം, തീർച്ചയായിട്ടും. കൃഷ്ണാവതാരം എടുക്കുന്ന സമയത്ത് 8ാമത്തെ പുത്രനായി അവതരിക്കാൻ ഒരു ദേവകീദേവിക്ക് 6 മക്കളെ കൊന്നതിന്റെ വേദന അനുഭവിക്കേണ്ടതായിട്ടുണ്ടായിരിക്കാം, അല്ലേ? ഒരു അനുഗ്രഹത്തിന്റെ പിന്നിലൊരു വേദന ഉണ്ടായിരിക്കണം. ഇവിടെയും ശ്രീരാമസ്വാമി ഇത് പറഞ്ഞു. അതുകൊണ്ടാണ് ദേവി ഞാൻ അങ്ങനെ ഒരു പ്രതിജ്ഞ ചെയ്തത്. അന്ന് അവിടെ താമസിച്ച് അവരവിടെ നിന്നും പിന്നീട്
അഗസ്ത്യാശ്രമത്തിലേക്കാണ് പോകുന്നത്. തപോനിധിയായിരിക്കുന്ന അഗസ്ത്യ മഹർഷി ഒരിക്കൽ ഹിമാലയ സാനുക്കളിലായിരുന്നു അദ്ദേഹം തപസ് ചെയ്തത്. പിന്നീട് അദ്ദേഹം മന്ദാകിനി തീരത്ത്, ഗോദാവരി തീരത്തേക്ക് വന്ന് അവിടെ തപസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന്റെ തപസ്സുകൊണ്ട് പവിത്രീകരിക്കപ്പെട്ട ഭൂമിയിലേക്ക് ശ്രീരാമസ്വാമി ചെന്നപ്പോ ശിഷ്യന്മാരോട് ചോദിക്കാൻ, എന്താ നിങ്ങൾ അറിയിച്ചില്ല ശ്രീരാമ ഭഗവാൻ വന്നത്? ഞാൻ എത്രയോ കാലമായി കാത്തിരിക്കുന്നു, നിന്നെ തന്നെ കാത്ത് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാമ. ആ പാദങ്ങളെ കഴുകി ശ്രീരാമനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോ ശ്രീരാമസ്വാമി പാദങ്ങളിൽ വീണ് നമസ്കരിക്കും. മഹർഷീശ്വരൻ, സീതാദേവിയും ലക്ഷ്മണനും എല്ലാവരും നമസ്കരിക്കും. കുശലങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടുത്തെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും ശ്രീരാമസ്വാമിക്ക്. പണ്ട് ഭക്തജനന്മാരെ വന്ന് നിറഞ്ഞ് ഈ ഭൂമിയെ കലുഷിതമാക്കി. മഴ പോലും പെയ്തിട്ടുണ്ടായിരുന്നില്ല അത്രേ ആ പ്രദേശത്ത്. തപസ്സുകളായിരിക്കുന്ന ആളുകൾ വന്നപ്പോഴാണത്രേ അവിടെ മഴയെല്ലാം വന്നത്. ഇന്നും നിങ്ങൾ നോക്കൂ, ലോകത്തില് നല്ല കാലാവസ്ഥ എന്ന് പറയാൻ പറ്റുന്നത് ഭാരതത്തിലാണ്. ബാക്കിയുള്ള സ്ഥലത്ത് അത്ര ബാലൻസ്ഡ് ക്ലൈമറ്റ് അല്ല നല്ല കാലാവസ്ഥ എന്ന് പറയാൻ പറ്റുന്നത്. എത്രയോ തപോനിധികളുടെ മണ്ണായതുകൊണ്ടായിരിക്കണം പ്രകൃതി പോലും നമ്മളെയൊക്കെ അനുഗ്രഹിച്ചിരിക്കുന്നത്. അത്ര ഒരു പവിത്രത ഈ ഭാരതത്തിനുണ്ട് എന്ന് പറയാണ്. ലോകത്തിന്റെ മുന്നിൽ ഇപ്പോഴും ഭാരതം തല ഉയർത്തി നിൽക്കുന്നത് സമ്പത്ത് കൊണ്ടോ ഇവിടുത്തെ ടെക്നോളജി കൊണ്ടോ ഇവിടുത്തെ മിലിറ്ററിയുടെ ബലം കൊണ്ടോ ഒന്നുമല്ല. ഇവിടുത്തെ തപോനിധികളായിരിക്കുന്ന സജ്ജനങ്ങളുടെ മഹത്വരമായിരിക്കുന്ന ഒരു തേജസ് കൊണ്ടാണ്, ഇല്ലേ? ഇന്നും ലോകം മുഴുവൻ പേടിയില്ലാതെ നടക്കുന്നത് ഇവിടുത്തെ ഭാരതത്തിലെ സന്യാസിവര്യന്മാരാണ്. മറ്റുള്ള ആചാര്യന്മാർക്കൊക്കെ ഉണ്ടല്ലോ, പുറമേ ഉള്ളവർക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ സെക്യൂരിറ്റി വേണം. നമ്മുടെ ഇവിടുന്ന് പോകുന്ന ഒരു ആചാര്യനും ഒരു സെക്യൂരിറ്റി ഇല്ലാതെയാണ് പോണത്. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ മനസ്സിനെ അവർ സെക്യൂർഡായിരിക്കുന്നത് ഭഗവാനിലാണ്. അതിലപ്പുറം ഒരിക്കലും സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല അവരെയാണ്. അതാണ് അവരുടെ പ്രത്യേകത. അങ്ങനെയുള്ള ഈ മഹത്തരമാർന്ന മണ്ണില്, ഋഷീശ്വരന്മാരുടെ തപോ മണ്ണില് പഞ്ചവടി എന്ന സ്ഥലം ശ്രീരാമസ്വാമിക്കായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴേക്കും ശ്രീരാമസ്വാമി ഏറെക്കുറെ 13 വർഷത്തിന്റെ അടുത്തോളം കഴിഞ്ഞു സ്വാമിയുടെ തപസ്. പല ആശ്രമങ്ങളിലും 1 മാസം, 2 മാസം, 3 മാസം, ചിലയിടത്ത് 1 വർഷം, 2 വർഷം അങ്ങനെയൊക്കെ താമസിച്ചിട്ട് പഞ്ചവടിയാണ് പിന്നീട് കാണിച്ചു കൊടുക്കുന്നത്. ആ പഞ്ചവടിയിലേക്ക് പോകുന്നതിന് മുമ്പ് അഗസ്ത്യ മഹർഷി ശ്രീരാമസ്വാമിക്ക് അമ്പെടുത്താൽ ഒടുങ്ങാത്ത ആപനാഴിയും ദിവ്യമായ വാളും വൈഷ്ണവ ചാപങ്ങളും തുടങ്ങിയിട്ടുള്ള ഗംഭീരമായ ശക്തിയുള്ള ആയുധങ്ങളൊക്കെ സമ്മാനിക്കും. രാമ, ഇതൊക്കെ ആവശ്യം വരും അങ്ങേക്ക് ചെയ്യുന്നു. ശ്രീരാമസ്വാമിക്കത് ആദരവോടെ സ്വീകരിക്കും. എന്നിട്ട് അവിടെ നിന്നും അവര് പഞ്ചവടിയിലേക്ക് പ്രവേശിക്കുകയാണ്. ആ സ്ഥലത്തിലെ പഞ്ചവടി, നർമ്മദാ നദിയുടെ തീരത്തുള്ള ഈ സ്ഥലം വരാൻ കാരണം പഞ്ചവടുക്കളാൽ നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. വടു എന്ന് പറഞ്ഞാൽ ആൽവൃക്ഷം. 5 ആൽവൃക്ഷങ്ങൾ അവിടെ ഉണ്ടത്രേ. തപോനിധികളായിട്ടുള്ള ആളുകൾ കുറേ കാലം അവിടെ തപസ് ചെയ്തിട്ടുണ്ട്. രാമ, അവിടെയാണ് അങ്ങക്ക് തപസ് ചെയ്യാൻ പറ്റിയ സ്ഥലം. ഇനി 1 വർഷമല്ലേ ഉള്ളൂ, ആ സമയം ചെലവഴിക്കാൻ പറ്റിയ സ്ഥലം. ശ്രീരാമസ്വാമി, ലക്ഷ്മണനും സീതാദേവിയും പഞ്ചവടിയിലേക്ക് പ്രവേശിക്കുന്നു. നമ്മുടെ ലക്ഷ്മണസ്വാമിയാണ് ബിൽഡർ. അദ്ദേഹം ഒരു പർണശാലയൊക്കെ കെട്ടി ശ്രീരാമസ്വാമിയോട് പറഞ്ഞു, ഇതെല്ലാം തയ്യാറായിട്ടുണ്ട്, പാവം നർമ്മദയിൽ നിന്ന് വെള്ളമൊക്കെ കൊണ്ടുവരും, നല്ല രീതിയിലൊക്കെ കൺസ്ട്രക്ഷനൊക്കെ ചെയ്ത് പഞ്ചവടിയിൽ ഒരു നല്ലൊരു പർണശാല നിർമ്മിക്കും. സിംഗിൾ ബെഡ്റൂമേ ഉള്ളൂ. ലക്ഷ്മണൻ പുറത്തായപ്പോഴും സീതയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അടുക്കളയൊക്കെ സെറ്റപ്പ് ചെയ്തു. പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാനില്ല, ഒക്കെ കാട്ടുന്ന എടുക്കുന്നതിനേ ഉള്ളൂ. അങ്ങനെ അവിടെ ഇരിക്കുന്ന ഒരു ദിവസം, പഞ്ചവടിയിലിരിക്കുന്ന കാലം, ലക്ഷ്മണൻ ശ്രീരാമസ്വാമിയുടെ അടുത്തേക്ക് പോവുകയാണ്. ശ്രീരാമസ്വാമി നല്ല മൂഡിലായിരിക്കുന്നത്. എന്തിനാ പോകുന്നത്? വിനയാന്വിതനായി ചെന്നു എന്നാണ്. എന്തിനു വേണ്ടിയിട്ട്? മോക്ഷം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ശ്രീരാമസ്വാമിയെ ഇനി കാണുന്നത് തന്റെ ജ്യേഷ്ഠനായിട്ടല്ല, ശ്രീരാമസ്വാമിയെ കാണുന്നത് ഒരു ഗുരുവായി കണ്ട് ചെല്ലുകയാണ്. ഈ ഒരു സന്ദർഭമുണ്ടല്ലോ, നമ്മുടെ തലമുറകൾക്ക് നഷ്ടപ്പെട്ട ഒരു കാര്യമാണത്. ഇന്ന് നമ്മുടെ തലമുറകൾക്ക് പറ്റിയ വലിയൊരു വീഴ്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം ഭൗതികമായി മനസ്സിലാക്കുന്ന അറിവ് മാത്രം മതി ജീവിതത്തിൽ എന്ന ധാരണ കൊണ്ട് ജീവിക്കുന്നതാണ്. പണ്ടൊരു
മ്യൂസീഷ്യന്റെ കഥ പറഞ്ഞതുപോലെയാണ്. ഇദ്ദേഹം പാട്ടുപാടി മഴയൊക്കെ പെയ്യിക്കും. അത്രയും കഴിവ്. പ്രകൃതിയുടെ താളം അദ്ദേഹത്തിന് സംഗീതത്തിനനുസരിച്ചാക്കാൻ സാധിക്കും. മൃഗങ്ങളെയൊക്കെ അദ്ദേഹം നൃത്തം ചെയ്യിക്കും. ഒരിക്കൽ അദ്ദേഹം ഒരു സർക്കസ് കമ്പനിക്കാരുടെ അടുത്തെത്തി. അവരോട് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടിലിരിക്കുന്ന സിംഹങ്ങളെ കണ്ടല്ലോ, ഞാൻ സംഗീതം കൊണ്ട് ഡാൻസ് കളിപ്പിച്ചുതരാം. ഓ, എന്നാ ഒന്ന് കാണാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം പാട്ട് പാടാൻ തുടങ്ങി. കൂട്ടിലിരിക്കുന്ന സിംഹം നൃത്തം ചെയ്യാൻ തുടങ്ങി. എല്ലാവർക്കും വലിയ അത്ഭുതമായി. അന്ന് നല്ല കലക്ഷനും കിട്ടി. ഇദ്ദേഹം പറഞ്ഞു, കൂട്ടിലിരുന്നു കൊണ്ട് മാത്രമല്ല, കൂട്ടിന് പുറത്താക്കിയാൽ എനിക്ക് അവരെ കൊണ്ട് നൃത്തം ചെയ്യിക്കാൻ പറ്റുന്നു. അപ്പൊ സംഗീതത്തിലുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു വലിയ വിശ്വാസമുണ്ടല്ലോ, ഇതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ മാനേജർ നിശ്ചയിച്ചു. സർക്കസ് കമ്പനിക്കാരുടെ മാനേജർ പറഞ്ഞു, എനിക്ക് തോന്നലില്ല പറ്റുന്നു, ബെറ്റ് വെച്ചോളൂ എന്ന്. അല്ല, ബെറ്റ് വെച്ചു. ഒരു പുലിയെ കൂട്ടുന്ന് പുറത്താക്കി. എന്നിട്ട് ഇദ്ദേഹം അങ്ങോട്ട് സംഗീതം തുടങ്ങി. പുലിയാകെ ഭ്രാന്ത് പിടിച്ച പോലെ ഓടിക്കൊണ്ട് ഇയാളുടെ മേലേക്കൊരു ചാട്ടം. ഇയാളുടെ കയ്യിൽ നിന്ന് ഇയാളുടെ വയലിനൊക്കെ ഒരൊറ്റ കടിച്ച് എറിഞ്ഞ് ഇയാളെ കടിക്കാൻ വേണ്ടി ചാടുമ്പോൾ ഇയാൾ പ്രാണനം കൊണ്ട് ഓടുകയാണ്. ഇയാളെ രക്ഷപ്പെടുത്തി പുലിയെ ആൾക്കാരൊക്കെ കൂടി സർക്കസുകാരൊക്കെ കൂടി പിടിച്ച് കൂട്ടിലിട്ടു. അപ്പോ മാനേജർ ചോദിച്ചു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇതിന് നിങ്ങൾക്ക് ഡാൻസ് കളിപ്പിക്കാൻ പറ്റില്ല എന്ന്. പറഞ്ഞു, അതെന്ത് പറ്റിയെന്ന്. പറയാണ്, ഈ പുലി വന്ന അന്ന് മുതൽ ഇതിന് ചെവി കേൾക്കില്ല എന്ന്. ഇതിനെ നിങ്ങൾ സംഗീതം കളിപ്പിച്ചിട്ട് കാര്യമില്ല, ഇതിന് ചെവി കേൾക്കില്ല. ഈ ചെവി കേൾക്കാതെ പുലിയെ പിടിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഡാൻസ് കളിപ്പിക്കാൻ പറ്റും? ഭൗതിക ലോകത്തിൽ പലപ്പോഴും വീഴ്ച പറ്റുന്നത് ഇങ്ങനെയാണ്. എല്ലാം അറിയുന്നുള്ള രീതിയിൽ നമ്മൾ പോകുമ്പോണ്ടല്ലോ, ചിലയിടത്തൊക്കെ നമ്മളെ ലോകം വീഴ്ത്തിക്കളയും. അപ്പോഴാണ് മനസ്സിലാക്കുക, ഞാൻ അറിഞ്ഞതൊന്നും പോരാ 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 പോരാ. അപ്പോഴേക്കും കാലം കഴിഞ്ഞിട്ടുണ്ടാവും, അനുഭവങ്ങളെ കൊണ്ട് തളർന്നിട്ടുണ്ടാവും. എല്ലാം കഴിഞ്ഞ് പാഠം പഠിക്കുമ്പോഴേക്കും കാര്യമില്ല എന്ന് പറയാന. അവിടെയാണ് ലക്ഷ്മണനെപ്പോലെ ആയിത്തീരേണ്ടത്, ലക്ഷണാന്വിതനായിത്തീരേണ്ടത്, വിനയമുള്ളവനായിത്തീരേണ്ടത്. ജീവിതത്തെക്കുറിച്ച് ഇനിയും എനിക്ക് അറിയണം, മനസ്സിലാക്കണം. വാട്ട് ഈസ് ലൈഫ്, റിയൽ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? അതിനാണ് നമ്മൾ തസ്മാൽ ഗുരും പ്രപദ്യേത. നോക്കൂ, നിങ്ങൾ ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും നിങ്ങൾക്ക് കാണാം, ഈ സന്ദർഭം കാണാം. ഭൗതികമായ എല്ലാ അറിവും അർജുനൻ നേടിയെങ്കിലും മഹാഭാരത യുദ്ധം എന്ന ഒരു പ്രതിസന്ധി തരണം ചെയ്യാൻ അർജുനന് സാധിച്ചില്ല. അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൂടെ ജീവിതത്തിന്റെ ഒട്ടുമുക്കാലും നടന്ന ഉദ്ധവർക്ക് കൃഷ്ണവിയോഗത്തെ താങ്ങാനുള്ള കരുത്തുണ്ടായിരുന്നില്ല. അതല്ലേ കൃഷ്ണന്റെ പാദത്തിൽ വീണ് കരഞ്ഞുകൊണ്ട് പറയുന്നു, നാഹം തവാങ്ക്രി കമലം ക്ഷണാദ്ദമവികേശവ തെക്തും സമുത്സഹേ നാദ സ്വദാമനയമാമപി. അവിടുത്തെ പാതാരവിന്ദത്തെ ഇത്രയും കാലം വിട്ടുപിരിയാത്ത എനിക്ക് ഇനി ഒരിക്കലും കൃഷ്ണ അങ്ങേ വിട്ടുപിരിയാൻ സാധ്യമല്ല, കൊണ്ടുപോകൂ എന്നെ എന്ന് കരഞ്ഞുകൊണ്ട് ഒരു ഭാര്യ എപ്രകാരമാണോ മരിച്ചു കിടക്കുന്ന ഭർത്താവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ പോയ വഴിക്ക് എന്നെയും കൊണ്ടുപോകൂ എന്ന് പറയുന്ന പോലെ വിവേകമില്ലാതെ ഉദ്ധവരും പറഞ്ഞപ്പോഴാണല്ലോ ഉദ്ധവർക്ക് ജ്ഞാനോപദേശം കൊടുക്കുന്നത്. ആ ജ്ഞാനോപദേശം കൊടുക്കുന്നതിന് മുമ്പ് ഉദ്ധവരുണ്ടല്ലോ ഭഗവാന്റെ പാദത്തിലിരുന്നു കൊണ്ട് പറയുന്നൊരു ശ്ലോകമുണ്ട്. പറയാണ്, നാരായണം നരസകം ശരണം പ്രപത്തി. ഇനി ഞാൻ കൃഷ്ണനെ കാണുന്നത് കൃഷ്ണനായിട്ടല്ല കാണുന്നത്, ഒരു ഗുരുവായി കാണാണ്. ഞാൻ ശിഷ്യനാണ് അവിടുത്തെ, എനിക്ക് ഉപദേശിക്കും. അർജുനൻ പറയുന്നത് പോലെ ശിഷ്യസ്തേഹം ശാദിമാം പ്രപന്ന, ഞാൻ അവിടുത്തെ മുന്നിലൊരു ശിഷ്യനാണ്. അപ്പൊ നമ്മളിലൊക്കെ ഉണ്ടാവേണ്ടുന്നൊരു ഭാവം എന്താണ്? ശിഷ്യനായിത്തീരൂ എന്നാണ്.